ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് ദൈവം എനിക്ക് തന്ന ഒരു ലഘു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ബുക്ക് ഓഫ് എഫേഷ്യൻസ്, എഫേസ്യ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ 14 മുതൽ താഴോട്ടുള്ള 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് നമുക്ക് അല്പസമയം ദൈവവചനം ധ്യാനിച്ച് നമുക്ക് പിരിയാം. എഫേസ്യ ലേഖനം മൂന്നാം അധ്യായം 14 മുതൽ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. ലേഖനങ്ങളുടെ റാണി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. യേശുക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള വ്യത്യസ്തമായ അനേക ആത്മീക മർമ്മങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസിൻ്റെ പ്രാർത്ഥനകളാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. ഇപ്പം നമ്മൾ വായിച്ചത് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിച്ച് നിർത്തിയതാണ്, നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന. പൗലോസിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവവും മഹത്വവും പിതാവുമായ നിങ്ങൾക്ക് നിങ്ങളുടെ പരിജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. എന്താണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? പൗലോസിൻ്റെ പ്രാർത്ഥന എന്താണ്? പൗലോസിൻ്റെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല. ഇതൊരു മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ്. സാധാരണ പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബെഡിലിരുന്ന് പ്രാർത്ഥിക്കും, സോഫ സെറ്റിയിലിരുന്ന് പ്രാർത്ഥിക്കും, അല്ലേ? എന്നാൽ ഇത് സാധാരണ പ്രാർത്ഥനയല്ല, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി താൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് തൻ്റെ പ്രാർത്ഥന? വായിച്ചാട്ടെ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം. ഇപ്പൊ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ഇവിടെ പറയുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ചല്ല, ഭൗതിക നന്മകളെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ എന്താണ് പൗലോസിന് പറയാനുള്ളത്? പൗലോസ് പറയുന്നത് നിങ്ങൾ അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഒന്നാമത്തെ കാര്യം
പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ സകല പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ നമുക്ക് പവർ കിട്ടും. പുറമേ നമ്മുടെ ശക്തി വർദ്ധിപ്പിച്ചതുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയണമെന്നില്ല. നല്ല ജിമ്മിലൊക്കെ പോയി മസിൽ വീർപ്പിച്ചവര് ചെറിയ പ്രശ്നം വന്നാൽ ആത്മഹത്യ ചെയ്ത് കളയും. ചെറിയൊരു കഷ്ടം വന്നാൽ അവർ നിരാശപ്പെട്ട് ഡിപ്രഷൻ പിടിച്ചു കളയും. നല്ല സാമ്പത്തികമായി ഭദ്രതയുള്ളവര് ചെറിയ പ്രതിസന്ധി വരുമ്പോൾ അവർ നിരാശപ്പെട്ടു പോകും, പിന്മാറിപ്പോകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ കാരണം? ഇത് സംഭവിക്കാൻ കാരണം അകത്തെ മനുഷ്യൻ ബലഹീനനായതുകൊണ്ടാണ്. നമ്മുടെ ആത്മാവിൽ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് നമ്മൾ ശക്തന്മാരായി മാറണം. ആമേൻ. ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലൊരു യുദ്ധമുണ്ട്, അല്ലേ? ഉപവസിക്കാൻ സമ്മതിക്കാത്ത ആരാ? പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത ആരാ? ഭാര്യയാണോ? ഭർത്താവാണോ? കുഞ്ഞുങ്ങളാണോ? അല്ല. പുറത്തെ മനുഷ്യൻ പറയും ക്ഷീണമാ, കിടന്നുറങ്ങിയേക്കാം. ഉടനെ നമ്മൾ പറയും എന്നാ പിന്നെ സ്തോത്രം, കിടന്നുറങ്ങിയേക്കാം. പ്രൈസ് ദി ലോർഡ്. വയറ് നിറച്ച് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാകും? ഡൈജഷന്റെ ക്ഷീണം. ഉടനെ ഉറങ്ങാൻ തോന്നും. അകത്തെ മനുഷ്യൻ പറയും പ്രാർത്ഥിക്കാം. പുറത്തെ മനുഷ്യൻ പറയും ഇന്ന് ഇത്ര ശക്തിയേ ഉള്ളൂ, നീ കിടന്നോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അകത്തെ മനുഷ്യൻ ജയിച്ചോ പുറത്തെ മനുഷ്യൻ ജയിച്ചോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ, അത് സ്പിരിച്വലാണ് ഞാൻ പറയുന്നത്, ആത്മീകമായ വിഷയം, അകത്തെ മനുഷ്യൻ ആണോ പുറത്തെ മനുഷ്യനാണോ ജയിക്കുന്നേ? കൂടുതൽ സമയവും ആരാ ജയിക്കുന്നേ? 3 ദിവസം ഉപവസിക്കാമെന്ന് വിചാരിച്ചിരുന്നു, ഉച്ചയായപ്പോൾ വിശന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ഓർത്തോണം ആര് ജയിച്ചു? പുറത്തെ മനുഷ്യൻ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, കൈയടിച്ച് ആരാധിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ പിശാച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി. കൈയടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? കൈയടിച്ചില്ല. സ്തോത്രം. ആര് ജയിച്ചു? അകത്തെ മനുഷ്യൻ ജയിച്ചോ പുറത്തെ മനുഷ്യൻ ജയിച്ചോ? പുറത്തെ മനുഷ്യൻ ജയിച്ചു. അപ്പോൾ പുറത്തെ മനുഷ്യൻ ജയിക്കാൻ കാരണം അകത്തെ മനുഷ്യനേക്കാൾ ശക്തി പുറത്തെ മനുഷ്യനായതുകൊണ്ടാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആരോഗ്യമുള്ള ഒരുത്തനും ആരോഗ്യമില്ലാത്തൊരുത്തനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ, വഴക്കൊണ്ട് അടിയുണ്ടായാൽ ആരോഗ്യമുള്ളവൻ ജയിക്കും, ആരോഗ്യം കുറഞ്ഞവൻ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ത്? അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ പാപത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത്. ദാനിയേൽ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ രാജാവിന്റെ ഭോജനം കൊണ്ട് അശുദ്ധമാക്കുകയില്ല. പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചാലും പുറത്തെ മനുഷ്യൻ ബലഹീനമായാലും ഐ ഡോണ്ട് കെയർ. ഞാൻ മരിച്ചുപോയാലും ഞാൻ പാപം ചെയ്യത്തില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയത്
അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ബലമുള്ളതാണെങ്കിൽ പാപത്തിന്റെ മുമ്പിൽ നീ എഴുന്നേറ്റ് നിൽക്കും. പാപത്തെ നീ ചലഞ്ച് ചെയ്യും. നിനക്കെതിരെ പിശാച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ വചനത്തിലൂടെ അതിനെ ജയിക്കും. വചനത്തിലൂടെ അതിനെ ജയിക്കും. യേശു 40 ദിവസം ഉപവസിച്ചിട്ട് വരികയാണ്. യേശു 40 ദിവസം ഉപവസിച്ചിട്ട് വരികയാണ്. പിശാച് യേശുവിൻ്റെ അടുത്ത് ചെന്നു. പിശാച് യേശുവിൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞാൽ 2 കൊമ്പും 1 വാലും ഒക്കെ ഉള്ള സാധനം യേശുവിന് മുമ്പിൽ ചെന്നല്ല. ആമേൻ. പഴയ ഉണ്ണിയുടെ TV-യിലെ പരസ്യം കണ്ടിട്ടില്ലേ? അതുപോലൊരു സാധനം യേശുവിൻ്റെ അടുത്ത് ചെന്നല്ല. യേശുവിൻ്റെ ഉള്ളിൽ പ്രലോഭനമായി യേശുവിനോട് സംസാരിച്ചു. 40 ദിവസം ഉപവസിച്ചിട്ട് വരികയല്ലേ, നിനക്ക് വിശപ്പില്ലേ? നിനക്ക് നല്ല വിശപ്പുണ്ട്, കണ്ടാൽ അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. തോന്നും ഭയങ്കര സ്നേഹം കൊണ്ട് പറയാന്ന്. ചിലതൊക്കെ നിന്നെ വശീകരിക്കത്തക്ക രീതിയിൽ ഇടപെടും. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ തകർത്ത് കളയാൻ, നിന്റെ വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ, നിന്റെ വിശുദ്ധ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന അനവധി അനുഭവങ്ങളിലൂടെ നിന്നെ കടത്തിവിട്ടെന്ന് വരും. എന്നാൽ അതിൻ്റെ മേൽ നിനക്ക് ജയമെടുക്കണമെങ്കിൽ അകത്തെ മനുഷ്യ ശക്തിപ്പെടണം. ഓ റിഖമന ഹതറബറബ. ഇന്ന് പകൽക്കാലം ഒരു ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ ഈ ലോകത്തിൽ ഫുഡ് അതിന് കിട്ടത്തില്ല. ആമേൻ. പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ സ്വിഗ്ഗി വിളിച്ചാൽ മതി, വീട്ടിൽ കൊണ്ടുതരും. രാത്രിയും പകലും ചിരിക്കണ്ട. സ്തോത്രരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. എന്നാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ദൈവസന്നിധി വരണം. ക്രിസ്തു ഉള്ളിൽ വസിക്കണം. ദൈവസാന്നിധ്യത്തിന് അകത്ത് നീയാകണം. പരിശുദ്ധാത്മാവിനാൽ നീ കൺട്രോൾ ചെയ്യപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നീ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഏതു പ്രതിസന്ധിയെ നിനക്ക് അതിജീവിക്കാൻ പറ്റും. പ്രതിസന്ധികളുടെ മുമ്പിൽ നീ നിരാശപ്പെടുന്നതിന് കാരണം ഡിപ്രഷൻ കൊണ്ടുവരുന്നത് പിശാച. യെസ്, നിന്റെ മനസ്സിനെ ഇടിച്ചു കളയുന്നത് പിശാച. ചിലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഇരുന്നു പോകും. നിന്നെ ഇരുത്തിക്കളയും, നിന്നെ ബലഹീനമാക്കി കളയും. നീ പരാജയപ്പെട്ടവനാണെന്ന് നിന്റെ കാതിൽ പിശാച് പറയും. എന്നാൽ നീ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ശരീരത്തിൽ നിനക്കെതിരെ ശത്രു പരാജയത്തിന്റെ പേര് മുഴക്കുമ്പോൾ നീ പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. നിന്റെ മനസ്സിൽ പിശാച് നെഗറ്റീവായി കൊണ്ടുവരുന്ന, നിന്നെ തകർത്ത് കളയുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്റെ മനസ്സിനെ മടുപ്പിക്കുന്ന, നിന്നോട് ചോദിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി
വചനത്തിലൂടെ പിശാചിനോട് പറയാൻ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കൊണ്ടുവന്നത് നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താനാ. അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ദൈവവുമായിട്ട് നിന്നെ പ്ലഗ് ചെയ്യണം. ദൈവവുമായിട്ട് നിന്നെ ഒന്ന് കണക്ട് ചെയ്യണം. ദൈവവുമായിട്ടുള്ള രാവും പകലുമുള്ള ബന്ധങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആമേൻ, എപ്പോഴും ദൈവത്തെ നോക്കുന്ന അനുഭവം, എപ്പോഴും ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ, എപ്പോഴും യേശുവിനെ കൈക്ക് പിടിക്കുന്ന അനുഭവങ്ങൾ, അത് നിന്നെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എല്ലങ്കരങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. എല്ലങ്കരങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശുമാറാത്തവൻ, 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 എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാറാത്തവൻ, 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 എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാഗാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാഗാലഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശുമാറാത്തവൻ, 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 എത്ര നല്ലവൻ, കൂടെയുള്ളവൻ. യേശുമാറാത്തവൻ, യേശുമാ